ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്നെ നിന്റെ കുടുംബത്തെയൊക്കെ തകർക്കാൻ പറ്റുന്ന ഏത് സന്ദർഭവും അത് ഞാൻ പാഴാക്കില്ല. മാധവൻ നായർക്ക് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലെന്നുള്ള ധാരണയൊന്നും വേണ്ട. വർമ്മ കുടുംബത്തെക്കാൾ പണവും സ്വാധീനവും അന്തസ്സും ആഭിജാത്യവും ഒക്കെ ഉള്ളവനെ വിക്രം. തകർക്കാൻ വന്നാലേ ഈ ആമ്പാറ്റയുടെ ഗതി ഉണ്ടാവും. കൊരിഞ്ഞു കോർത്തു പോവും. വിക്രം നാഥനും നമ്പിയൊന്നും ഇല്ലാതെ അനാഥാലയത്തിൽ തൊട്ടും നക്കിയും കഴിഞ്ഞവനല്ലടാ നീ. കുലവും ജാതിയും പോലും അറിയില്ല. ഇനി ഈ മാധവൻ നായരുടെ ഗതികേട് കൊണ്ട് വൃത്തിയുള്ളൊരു പെണ്ണിനെ പിടിച്ചങ്ങ് കൊടുത്തു. അച്ഛാ, കുപ്പത്തൊട്ടി കഴിഞ്ഞവന് മാണിക്യം കിട്ടിയ അതിൻ്റെതായ ഒരു പൊങ്ങച്ചം കാണുമല്ലോ. വിക്രം വേണ്ട. എന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി അച്ഛനെ അപമാനിച്ചപ്പോഴേ ഞാൻ ഓങ്ങി വെച്ചതാ. ഇനിയും കലിപ്പ് തീർന്നില്ലെങ്കിൽ വാടാ, അറിയിച്ചു തരാം. മതി മോനെ. എന്റെ ദേഹത്ത് തൊട്ടപ്പോ തന്നെ നിന്റെ അന്ത്യത്തിനുള്ള കുറി നീ തന്നെ കുറിച്ച് കഴിഞ്ഞു. നിന്റെ ശ്വാസം എടുക്കാൻ ഞാൻ എപ്പോഴും നിന്റെ പുറകെ തന്നെ ഉണ്ടാവൂടാ. ആലവലാതി മോനെ, അച്ഛനെ തല്ലിയന് നീ ഇപ്പൊ തിരിച്ചടി കൊടുത്തത് വളരെ നന്നായി. എന്റെ രക്തത്തിൽ പിറന്ന മകനാണെന്ന് നീ ഇപ്പൊ തെളിയിച്ചു. പക്ഷേ ഇനി നീയായിട്ട് ആ രണ്ടും കെട്ട വിക്രമനോട് കൊമ്പ് ഓർക്കാൻ പോകരുത്. ആ അമ്പലം അടയ്ക്കാറായിന്ന് തോന്നുന്നു. നമുക്ക് തൊഴാൻ പോവാം. വാ. എന്താണ് നായരെ ഇങ്ങനെ നിൽക്കുന്നേ? ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുപോലുള്ള കോമാളി കല്യാണങ്ങളൊക്കെ നടക്കുമ്പോഴേ ഒരുപാട് പേര് വീഡിയോ എടുക്കാറുണ്ട് വൈറലാക്കാൻ. ആരെങ്കിലൊക്കെ വിളിക്കാറുന്നില്ലേ? മാറിക്കഴി അവലക്ഷണങ്ങൾ. മോനെ, വന്ദനയുടെ കല്യാണം നടത്താൻ രാവും പകലും അധ്വാനിച്ചവനല്ലേ നീ? ഞങ്ങളുടെ മകനായിരുന്നു നീ, സ്വന്തം കുടുംബാംഗം. അങ്ങനെയുള്ള നീ എന്തിനാ മോനെ വന്ന് അനിഷ്ടങ്ങൾ ഉണ്ടാക്കിയത്? ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല അങ്കിൾ. ക്ഷേത്ര ദർശനത്തിന് വന്നതാ. നിങ്ങളാരെയും ഞാനിവിടെ പ്രതീക്ഷിച്ചതുമില്ല. എന്തോ എന്നെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അങ്കിളും ആൻറ്റിയും എനിക്ക് മാപ്പ് തരണം. വന്ദന ചേച്ചി, വർഷയ്ക്ക് വേദന ഉണ്ടാക്കുന്നതൊന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യില്ലെന്നറിയാലോ. അറിയാതെ പറ്റിപ്പോയതാ. മാപ്പ് തരണം. വർഷയോടും ഞാൻ മാപ്പ് ചോദിച്ചു എന്ന് പറയണം. മാനത്തെ കൊട്ടാരം